ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം ഇന്നത്തെ വിശുദ്ധ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നടത്തുന്ന ജോയിയുടെ കുടുംബത്തെ പ്രത്യേകം സമർപ്പിക്കുന്നു. അവരുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ വിശുദ്ധന്റെ മാധ്യസ്ഥ ഇടപെടലിനായിട്ട് ഏൽപ്പിക്കുന്നു. ഒപ്പം ഇന്ന് ഈ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെയും തമ്പുരാന്റെ വലിയ ഇടപെടലിനായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ബലിയിലേക്ക് പ്രവേശിക്കാം. ഭക്തിയോടെ നമുക്ക് ഈ ബലി അർപ്പിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ഒരു അനുഗ്രഹ അനുഭവമാക്കി മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ ഒരു അഭിസംബോധന പാടില്ല എന്നൊക്കെ പറഞ്ഞ് തിരുത്തലൊക്കെ തന്നത് ഓർക്കുകയാണ്. അതിനുശേഷം ഇന്നാണ് ഈ കപ്പേളക്കൂട്ടിൽ ഇങ്ങനെ നിന്ന് പറയാനുള്ള ഒരു അവസരം. എത്രയോ വർഷങ്ങൾ പിന്നിടുന്നു. അന്ന് ജോയിയൊക്കെ അവന്റെ നല്ല യുവത്വത്തിന്റെ തിളക്കൽ കാലഘട്ടത്തിലാണ്. വണ്ണം കുറഞ്ഞ് മെലിഞ്ഞ ഒരു ജോയിയെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ജോയി എന്നെ പരിചയപ്പെടുത്തി. ജോയിയാണെന്നും പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ പഴയ ജോയിയാണ്. അന്ന് അവിടെ ഒരു കടപ്പ്ളാവ് ഉണ്ടായിരുന്നു. അതിന്റെ ചുവട്ടിലിരുന്ന് ജോയിയും സംഘവും ഒക്കെ വൈകുന്നേരങ്ങളിൽ ശക്തമായ ഭാഷയിലൊക്കെ സംസാരിക്കുന്നതും അവരുടെ കൂട്ടത്തിലൊക്കെ പോയി ഇരുന്നതും ഒക്കെ ഓർക്കുകയാണ്. അങ്ങനെ ഇന്ന് ജോയിക്ക് വേണ്ടിയിട്ട് ബലിയിൽ പ്രാർത്ഥിക്കാനും ജോയിയുടെ പ്രത്യേക നിയോഗങ്ങൾ അതെന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പബ്ലിക്കായിട്ട് പറയാനില്ല. അങ്ങനെ ജോയിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോയിയുടെ ആഗ്രഹങ്ങളിൽ. ജോയിയൊക്കെ ഒരുപാട് ആത്മീയമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഈ നൊവേനയിൽ പങ്കെടുത്ത് വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയാനുള്ളത് ദുഃഖങ്ങൾ മാറിപ്പോട്ടെ എന്നല്ല, സഹനങ്ങൾ മാറിക്കിട്ടട്ടെ എന്നല്ല. ഈ സഹനങ്ങളിലൂടെയാണ് ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നത് പോലെ ഞാനും നിങ്ങളുമൊക്കെ അഴിയപ്പെടുക. ഈ അഴിയപ്പെടലിലൂടെയാണ് പൊട്ടിമുളയ്ക്കൽ എന്ന മഹാസംഭവം ഉണ്ടാകുക. അതില്ല എങ്കിൽ ഗോതമ്പ് മണിയിൽ നിന്നും ഒരു പുതിയ ചെടി വളരുകയില്ല. പുതിയ ചെടിയിൽ നിന്ന് കതിരുകൾ രൂപപ്പെടുകയില്ല. കതിരുകൾ പ്രാപിക്കണമെങ്കിൽ തീർച്ചയാണ് വീഴണം. ഏതൊരു വ്യക്തിക്കും വീഴ്ചകൾ ഉണ്ടാകണം. അതിലൂടെയാണ് അവൻ തിരിച്ചറിവുകളുള്ളവനായിട്ട് മാറുക. കൂടുതൽ സ്വർഗരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ സാധ്യതകൾ തരുന്ന സംഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുണ്ടാകണം, കുടുംബതലങ്ങളിൽ ഉണ്ടാകണം, ഇടവക തലങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാകണം. അങ്ങനെ ഗോതമ്പ് മണിയുടെ പുറന്നോട് പൊട്ടുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ പൊട്ടലുകൾ ഉണ്ടാകണം. അതിൽ നിന്നും പുതിയ ജീവൻ പ്രാപിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ പൊട്ടലുകളിൽ അല്ലെങ്കിൽ അഴിയപ്പെടുന്ന അവസ്ഥയിൽ നാമൊക്കെ ചിലപ്പോൾ വേദന കൊണ്ട് നിരാശപ്പെട്ടേക്കാം.
നാമൊക്കെ നിസ്സംഗതയിലേക്ക് മടങ്ങിയേക്കാം. ഒന്നിലും താല്പര്യമില്ലാത്തൊരവസ്ഥ വന്നേക്കാം. സങ്കീർത്തകൻ തന്റെ അനുഭവം 102 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ദാവീദ് സാവൂളിന്റെ അസൂയമൂത്ത് ഒളിച്ചൊളിച്ച് പാർക്കുന്ന ആ കാലങ്ങളിലെ അനുഭവങ്ങളാണ് അവിടെ പങ്കുവയ്ക്കുക. പീഡിതന്റെ പ്രാർത്ഥന എന്നാണ് 102 സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് തന്നെ. അതിൽ ചില വചനങ്ങൾ അച്ഛനൊന്ന് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. പറയുകയാണ്, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. ആരാ ഈ പറയണത്? ദാവീദ് എന്ന മനുഷ്യൻ ഗോലിയാത്ത് എന്ന മഹാവില്ലനെ ഒറ്റയ്ക്ക് നേരിട്ട് അടിച്ചു വീഴ്ത്തിയ ആ വ്യക്തിയാ പറയുന്നത്, അസ്ഥികൾക്ക് ബലം നഷ്ടപ്പെടുകയാണ്, അസ്ഥികൾ എരിഞ്ഞു തീരുകയാണ്, ഹൃദയം വാടിപ്പോയി, ഈ യുദ്ധം കർത്താവിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടിവെച്ച് ഒരു കവണയിൽ കല്ല് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന ദാവീദ് ഇപ്പൊ പറയുന്നു വാടിപ്പോയി എന്ന്, പാട്ടം സംഭവിച്ചു എന്ന്. അതെ, ജീവിതത്തിന്റെ ഭയപ്പെടലിന്റെ കാലം, ഒരുപാട് നിസ്സഹായതയുടെ അനുഭവം ദാവീദിനെ എങ്ങനെ ചിന്തിപ്പിച്ചിട്ടുള്ളത് സത്യ. നമ്മളും മറിച്ചൊന്നുമല്ല, ഇതിനേക്കാളും കൂടുതലായിരിക്കും നമ്മളുമൊക്കെ ഇങ്ങനെ ഒറ്റപ്പെടുമ്പോ. രാജ്യത്തിനു വേണ്ടി ഒരു പോരാളിയായി, ഒരു ഒറ്റയാൾ പട്ടാളമായി നീങ്ങിയിട്ട് അംഗീകാരത്തിനു പകരം ഇവിടെ അവഗണനയോ പോട്ടെ അവനെ തട്ടിക്കളയാനുള്ള പരിപാടിയാണ്. സാവൂൾ ഒരു മഹാസൈന്യമായിട്ട് ദാവീദിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളിലൂടെ നടക്കുമ്പോഴാ ദാവീദ് പറയുക, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു, എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. നീ പറയാണ്, ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു, കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി. ഇതൊക്കെ നമ്മുടെ അവസ്ഥയാണ്. ഈ പറയണ അച്ഛനായാലും ശരി, എന്നെ കേൾക്കണ നിങ്ങളായാലും ശരി, നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോ നല്ല മൂച്ചുണ്ടാവും, നല്ല ശുഷ്കാന്തി ഉണ്ടാവും. പക്ഷേ നമ്മുടെയൊക്കെ ചില പിള്ളേരുണ്ടല്ലോ, പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ മതി. ഒരു ദിവസം ഒരു അമ്മ തലയ്ക്ക് പിടിക്കാൻ കൊണ്ടുവന്നേക്കാണ് ഒരു കൊച്ചിനെ. ഫാദർ, മിൽക്കും ബനാനും ഒന്നും ഇവൻ കഴിക്കണില്ല, ഇവന്റെ തലയ്ക്കൊന്ന് പിടിക്കണം. ആ ചെക്കന് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചോദിച്ചു, എന്ത് മിൽക്കും ബനാനും കഴിക്കാത്ത? അവന് 97 മാർക്കേ കിട്ടിയുള്ളൂ. ലാസ്റ്റ് എക്സാമിനേഷനും 97, ഈ എക്സാമിനേഷനും 97. എന്തിനവനെയൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത്? 97 കിട്ടിയിട്ടും മിൽക്കും ബനാനയും വേണ്ടെന്ന്. അതിനെ പൂരം വഴുക്ക് പറഞ്ഞു. ഇനി മിൽക്ക് എങ്ങനെ ഇറങ്ങും, ബനാന എങ്ങനെ വിഴുങ്ങുവൻ? അവനൊന്നും വേണ്ടാന്ന് പറയുന്നത്. ഞാനപ്പോ എന്റെ പിറ്റേ ദിവസം എന്റെ കുർബാനയ്ക്ക് കൂടുന്ന പിള്ളേരോട് ചോദിച്ചു, എടാ നിന്റെ പരീക്ഷയ്ക്ക് കഴിഞ്ഞല്ലോ, പേപ്പറൊക്കെ കിട്ടിയ? ഓ, പേപ്പറൊക്കെ കിട്ടി. എത്ര മാർക്ക് കിട്ടി? 25 മാർക്ക് കിട്ടി. എന്തിന് ത്രില്ലായിട്ട് പറയണേ? അവനൊക്കെ 5ാം ക്ലാസ്സും ഗുസ്തി എന്ന് പറയുന്ന പോലെ ജീവിതത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കും. മറ്റവനൊക്കെ ഇങ്ങനെ ബ്രോയിലറായിട്ടിരിക്കും. 97 കിട്ടിയിട്ട് അവന് പോരാ, അവന്റെ അമ്മയ്ക്കും പോരാ. എനിക്ക് തോന്നി ആ തള്ളയുടെ തലയ്ക്ക് പിടിക്കണ്ടേ. 97 കിട്ടിയിട്ടും അതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ അവനാകെ മന്ദിച്ചു പോയി. ഇങ്ങനെ നിൽക്കണം, മയക്കുവി വെച്ച ആനയുടെ പോലെ. അപ്പോ നമ്മുടെയൊക്കെ അനുഭവമാണ്. പിന്നെ നമ്മൾ എത്ര കേമന്മാരായാലും ശരി, ഉറക്ക് പറ്റിയാൽ ഏത് വൃക്ഷത്തിന്റെയും ഇല കൊഴിയില്ലേ? സംഗതി തേക്കണമെങ്കിലും തേക്കിന്റെ ഇല കൊഴിയും, കാറ്റടിക്കുമ്പോ കൊമ്പടിയും. അതുപോലെയാണ് ദാവീദ് പറയുന്നത്, ഞാൻ മരുഭൂമിയിലെ വേയാമ്പൽ പോലെയാണ്, വിജനപ്രദേശത്തെ മൂങ്ങ പോലെ ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. കിടക്കണുണ്ട്, പക്ഷെ ഉറക്കം വരില്ല. കിടക്കണ്ട്, കിടന്നിട്ട് ഉറക്കം വന്നുണ്ടോ? അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, ഉറക്കം വന്നില്ല കിടക്കണ്ടെങ്കിലും. പുലമൂലിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ
ഏകാകിയാണ് ഞാൻ, എന്റെ പാനപാത്രത്തിൽ കണ്ണുനീര് കലരുന്നു. സായാഹ്നത്തിലെ നിഴൽ പോലെ എന്റെ ദിനങ്ങൾ കടന്നു പോകുന്നു. പുല്ലുപോലെ ഞാൻ വാടി കരിഞ്ഞു പോകുന്നു. ഇതിന് അനുഭവം പങ്കുവെക്കില്ല. ഇതൊക്കെ ഇതിന് സമാനമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. സംഗതിയുണ്ടല്ലോ, ഈ ഗോതമ്പ് മണി പോലെ നിലത്ത് വീഴുന്നൊക്കെ പറയണ്ടല്ലോ, അത് ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. വീഴണം, അഴിയണം, പിന്നെ പൊട്ടണം. ഇനി വളർന്നുകൊണ്ടിരിക്കട്ടെ ഭയങ്കര പുഴുക്കേടുണ്ടാവും. എന്തെല്ലാം സംഭവങ്ങളും, പുഴുശല്യം, നാൽക്കാലികളുടെ ശല്യം ഒക്കെ ഉണ്ടാവും. കാലാവസ്ഥയുടെ പ്രതികൂല ഇടപെടലുകൾ ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനെയൊക്കെയുള്ള പുഴുക്കേടൊക്കെ നമുക്കുണ്ടാവണില്ലേ? അതൊക്കെ നമ്മെ ഭയപ്പെടുത്തണില്ലേ? ഇവിടെ 55-ാം സങ്കീർത്തനം അച്ഛൻ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ നമുക്ക് മനോഹരമായിട്ട് പങ്കുവെച്ചു തരികയാണ്. മനോഹരമായിട്ടൊന്നുമില്ല, കേൾക്കുമ്പോ നല്ല ശൈലുണ്ട്, പക്ഷേ അത് ചങ്കി കൊണ്ടിട്ടുള്ള ഡയലോഗാണ്. പറയാണ്, എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു, മരണഭീതി എന്റെ മേൽ നിബന്ധിച്ചിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു. ഓ, ഈ മനുഷ്യന്റെ ഒരു അവസ്ഥ! അടിച്ചു വീഴ്ത്തിയ വെള്ളാറ് കല്ലുകൊണ്ടൊരു കവണിമേ അവൻ മുന്നോട്ട് വീണു ഗോലിയാത്ത്. ആ ദാവീദ് പറയാൻ അവന് വിറയ്ക്കണമെന്ന്, മരണഭീതി പിടികൂടിയിരിക്കുന്നു എന്ന്, വേദന കൊണ്ട് പെടയണമെന്ന്. ഒരു മനുഷ്യൻ എപ്രകാരം വേറൊരവസ്ഥയിലേക്ക് മാറുമെന്ന് ചിന്തിച്ചേൻ. എല്ലാവർക്കും ഉണ്ടെന്നൊരു കാലം, പക്ഷേ ആ കാലഘട്ടത്തിലാണ് തമ്പുരാൻ ഇറങ്ങി വന്ന് നമ്മളെയൊക്കെ വളർത്താൻ, വലുതാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നു പോകാമായിരുന്നു. നമ്മൾ പറയുമ്പോ പറയും, വല്ല വഴിക്കൊന്ന് പോയാൽ മതിയായിരുന്നു. അതിന് നമ്മളുടെ ഡയലോഗ്, ഹോ ഈ നരകത്തിൽ നിന്ന് പോയി കിട്ടിയോടെ ഇവിടെ തന്നെ ഒരു എടുത്താൽ മതിയായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടുഭാഷയില് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയും. ദാവീദ് പറയും, ഈ കവിതയുടെ ഒരു കവിയുടെ രൂപത്തിൽ, ഒരു കവിതയുടെ രൂപത്തിൽ പറയണം, പ്രാവിനെ പോലെ 2 ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ പറന്നു പോകാമായിരുന്നു, വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയാമായിരുന്നു, വിജനതയിൽ വസിക്കാമായിരുന്നു, ഈ കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ടകന്ന് സങ്കേതങ്ങൾ തേടാമായിരുന്നു. ഇതാണ് പറയുക. ഇതെല്ലാവരുടെ അവസ്ഥയിലും ജായിറോസിന്റെ പുത്രീനെ ഉയർപ്പിക്കാൻ വേണ്ടി ഈശോ ചെല്ലുമ്പോ എന്താ വൃത്താന്തം, എന്താ അവിടത്തേക്ക് ആ സീൻ? ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമ്പോ അവിടെ കുറെ പേര് കരയണ്, കുറെ പേര് അലമുറയിട്ട് കരയണ്. സാധാരണ കരയുന്നത്, പിന്നെ അലമുറയിട്ട് കരയണം. അങ്ങനെയല്ലേ? ചവിടുക്കാനൊക്കെ ചെല്ലുമ്പോ കണ്ണു തുറക്കിട്ട അച്ഛൻ വന്ന് തുറന്നേ, ഒരു കണ്ണിങ്ങനെ പിടർത്തി തുറക്കും. മരിച്ച ആളുടെ കണ്ണിങ്ങനെ തുറന്നു കാണുമ്പോ പേടിയോ? അച്ഛനെ കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്, കൊച്ചച്ഛനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നിട്ട് അലമുറയിട്ടിട്ട് അങ്ങോട്ട് പറയാം, എന്തേ നിങ്ങൾ മിണ്ടാണ്ട് നിൽക്കണേ എന്ന് നോക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഡയലോഗുകൾ കേട്ടിട്ടില്ലേ? ചക്ക് പൊട്ടിയിട്ട് അവര് പറയണേ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചിരി, അവനവൻ അനുഭവപ്പെടുമ്പോഴേ അതിന്റെ പുളിയുണ്ട്. അപ്പൊ വായന ഇങ്ങനെയൊക്കെ വരും. അവിടെ എന്താണ് സീൻ? അലമുറയിട്ട് കരയുന്നു. അപ്പണ്ടല്ലോ വേറൊരു തരം പരിപാടി. അവിടെ പരിഹസിക്കുന്ന കുറെ പേര് പരിഹസിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ സ്വയം നമ്മുടെ ആളെ പോയി ഇറക്കാനോ എന്തിനാ പറഞ്ഞാൽ എന്റെ സമയം കളയണേ? ഇതൊക്കെ സഹനങ്ങളുടെ കാലഘട്ടങ്ങളിൽ വരും. ഈ വേറൊരു ഡയലോഗ് ഉണ്ട്. നമ്മുടെ പത്രോസ് ഈശോയെ തടഞ്ഞു നിർത്തിയിട്ട് പറയാണ്, തടസ്സം നിന്നു. യെരൂശലേമിലേക്ക് പോവുകയാണ്. ഗാഗുൽത്തായിലേക്കുള്ള യാത്രയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പീഡാനുഭവത്തെ കുറിച്ചുള്ള പ്രവചനം നടത്തുമ്പോ സ്ത്രീഹ ഇടപെടുകയാണ്. പത്രോസ് ഇടപെടുന്നു. ഗുരുവേ, നിനക്കിത് സംഭവിക്കരുത്. പിന്മാറ്റാൻ ശ്രമിക്കുന്ന ഇതൊക്കെ ഉണ്ടാവും. ഒരു പ്രശ്നം വരുമ്പോ അറിയാം എങ്ങനെയൊക്കെ ഓരോ ഇടപെടലുകളെന്ന്.
ഓരോരുത്തരും ഒരു ഉപദേശിക്കാനായിട്ട്, തടസ്സം പറയാനായിട്ട്, അല്ലെങ്കിൽ വേറെ വഴി തെറ്റിക്കാനായിട്ടും വരാം. ഇവിടെയൊക്കെ നാം വളരെ കരുതലോടുകൂടിയിരിക്കണം. ഹെബ്രായർക്കുള്ള ലേഖനം കൊച്ചച്ഛൻ പറഞ്ഞേക്കുന്നത് 7 മണിയാവുമെന്ന് മണി 7 അവള് പറയാമെന്ന് വിശ്വസിച്ചോ? എങ്കിലും ഒന്ന് പറഞ്ഞു നിർത്തും കേട്ടോ. 12-ാമത്തെ അധ്യായം അതൊക്കെ വായിച്ചിരുന്ന പഠിക്കുന്ന കാര്യം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ, 1 2 പേരൊന്നുമല്ല, വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരം, പാപം നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടുകൂടി നമുക്ക് ഓടിത്തീർക്കണം. ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ലെന്ന്. ഓടിത്തീർക്കുക തന്നെ വേണം. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത ഭാവികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കുവിൻ. ഒരാഴ്ചകൂടി ഇന്ന് കാലത്തിൽ പടിയിൽ നടന്ന ഏഷ്യന്റെ ഇന്ന് വൈകിട്ട് 8 ചെയ്യുന്നതാണ്.
这个。